Welcome to MAPRA YouTube News. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിതീവ്ര പീഡനം. മുകേഷിന്റേത് പീഡനമെന്ന് സിപിഎം അംഗീകരിച്ചിട്ടില്ല. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. പത്തനംതിട്ട. മുകേഷ് എംഎൽഎയെ അനുകൂലിച്ച് വിചിത്രവാദവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മുകേഷിന്റേത് പീഡനമെന്ന് സിപിഎം അംഗീകരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അതിതീവ്രമായ പീഡനവും മുകേഷിന്റേത് തീവ്രത കുറഞ്ഞതെന്നുമാണ് അനുമാനം. മുകേഷിനെതിരെ കോടതിയുടെ ശിക്ഷാ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലസിത നായർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ തുറന്നുകാട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ ഈ സമ്മേളനത്തിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലസിത നായർ വിചിത്രവാദം നടത്തിയിരിക്കുന്നത്. മുകേഷിന്റെ വിഷയത്തിൽ കോടതി വിധിയൊന്നും വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലസിത് നായർ ന്യായീകരിച്ചത്. അതേസമയം ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. നാളെ അന്തിമവാദം കേട്ട ശേഷമായിരിക്കും വിധി പറയുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം അവശേഷിക്കുന്ന ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നതിൽ ഞങ്ങൾ മഹിളാ അസോസിയേഷൻ്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ മറ്റെല്ലാ LDFിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മഹിളാ നേതാക്കന്മാർക്കും ദുഃഖമുണ്ട്. പക്ഷേ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പണ്ട് റാസ്പൂട്ടിനെ പോലെയൊക്കെയുള്ള ചില കൊടും കുറ്റവാളികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ലൈംഗിക കുറ്റവാളി, ഒരു ക്രിമിനൽ നമ്മുടെ നാട്ടിൽ വിലസി നടക്കുമ്പോൾ പോലീസിനെ കൊണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾ മഹിളാ നേതാക്കന്മാർ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ ഏറ്റവും വലിയ ധാർമ്മിക ബാധ്യതയായി കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം കേസുകളിൽ ഒളിവിൽ കഴിയുന്ന കോൺഗ്രസ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ സാധാരണ സ്ത്രീകളുടെ പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വളരെയധികം യുവതികൾ ഇദ്ദേഹത്തിൻ്റെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് പത്രദ്വാര നമ്മൾ അറിഞ്ഞതാണ്. മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഏതാണ്ട് വലിയ ഹൊറർ നോവലുകൾ വായിക്കുന്നത് പോലെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൊറർ എന്ന് ഞാൻ പറഞ്ഞത് അത് പ്രത്യേക അർത്ഥത്തിൽ തന്നെയാണ്. കാരണം കടുത്ത ലൈംഗിക പീഡനങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് പല യുവതികളും നേരിടേണ്ടി വന്നത്. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭാ മന്ദിരത്തിൽ കടന്നു കയറിയിരിക്കുവാൻ, നിയമസഭയിൽ ഇരിക്കുവാൻ ധൈര്യം കാണിച്ച ഒരാളിനെ കുറിച്ച് ജനാധിപത്യ കേരളം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ആ നിയമസഭയിൽ പങ്കെടുക്കാൻ പോലും ധൈര്യം കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ നയങ്ങളെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വെളിവാക്കി തരുന്നത്. ഏത് യുവതികൾക്കെതിരെയും, ഏത് സ്ത്രീക്കെതിരെയും, ഏത് പെൺകുട്ടിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ അതിക്രമങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാനലിൽ കണ്ടത് 13കാരി വരെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച, കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന 23കാരി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും സോണിയാഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും ഒക്കെ പരാതി നൽകിയിരിക്കുന്നു. അദ്ദേഹം നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങിക്കൊണ്ട്, നിയമത്തിന് കീഴടങ്ങിക്കൊണ്ട് അറസ്റ്റ് വരിക്കുന്നതിന് പകരം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഒളിച്ചോടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടെയും വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഒരു സിനിമാ നടി ഉൾപ്പെടെ സ്ത്രീകൾ വരെ അദ്ദേഹത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നടിയുടെ കാറിലാണ് അദ്ദേഹം പോയെന്നൊക്കെ പത്രത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ എത്തി എന്ന് പറയുന്നു, ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു. പോലീസിനെ വെട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ലൈംഗിക കുറ്റവാളിക്ക് എത്ര നാൾ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഇദ്ദേഹത്തിന് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പ്രസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്നു എന്നുള്ളത് വളരെ മോശകരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
സ്ത്രീകൾക്ക് അങ്ങേയറ്റത്തെ സുരക്ഷിതത്വം തരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ ഇങ്ങനെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വരാൻ പോകുന്ന ചരിത്രങ്ങൾ രേഖപ്പെടുത്തേണ്ടി വരും. കോൺഗ്രസ് അങ്ങേയറ്റത്തെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ പലരുണ്ടാവുന്നു. ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങേയറ്റം ന്യായീകരിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അടൂരിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ കഴിയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാൻ തന്ന നോട്ടിലതില്ല. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്നുള്ളത് സ്ത്രീ സമൂഹത്തിന് അപമാനകരം തന്നെയാണ്. ശ്രീനാദേവിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ കോൺഗ്രസ് തയ്യാറാവേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ഞങ്ങൾ സ്ത്രീ സമൂഹം നഖശിഖാന്തം എതിർക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെ ഞങ്ങൾ കാണുകയാണ്. അതുപോലെ കോൺഗ്രസ് നേതാവായ മഴവളം ശിവദാസൻ അദ്ദേഹവും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്തരം നേതാക്കൾ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്, ലജ്ജാകരമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിയന്തരമായി പോലീസ് പിടികൂടുകയും അദ്ദേഹത്തിന് നിയമപരമായിട്ട് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ശിക്ഷകളും നൽകുകയും ഇനിയൊരു കുറ്റവാളിയായി അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും എടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ നിയമവ്യവസ്ഥയോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം. തെളിവുകളും പരാതികളും ഉള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തതുകൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കും. അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ്. രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. കോൺഗ്രസ് പറയുന്നത് CPM-ൽ ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി വന്നാൽ അത് പാർട്ടി കോടതി അന്വേഷിച്ച് നടപടിയെടുക്കുന്നതാണ്. ആ വാർത്ത പോലീസിന് തന്നെ പരാതി കൈമാറിയതാണ്. അത്തരം വാർത്ത ഇന്ന് രാവിലെ ഞാനും കണ്ടു, മാധ്യമങ്ങൾ അത് കണ്ടു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ്. പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഈ പീഡനത്തിനൊരു നേരിടുമല്ലോ. ഈ വീര്യം കുറഞ്ഞത്, വീര്യം കൂടിയത്, തീവ്രത കുറഞ്ഞ പീഡനം. ഇത് വളരെ തീവ്രത കുറഞ്ഞതും ഇത് കൂടിയതെന്നാണ്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. നിയമം അനുശാസിക്കുന്ന ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകണം. മുകേഷ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ പോകാൻ പാർട്ടിക്ക് നടപടിയൊന്നുമില്ല. അതുപോലെ അങ്ങനെയല്ലല്ലോ. പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല. അത് നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകും. നിയമ ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നത്. അതിലൊന്നും ഇടപെടാറില്ല. വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു. ഇതുപോലെ ഒരു സ്ത്രീ പീഡകനാണെന്ന് അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. സമരത്തിന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി CS സുജാതയും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ നേതാവ് ശ്രീമതി ടീച്ചറൊക്കെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ പ്രകടനങ്ങളും യോഗങ്ങളും ഉടനെ ആരംഭിക്കുകയാണ്. അത് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും ശരിയല്ലാത്ത ഏത് കാര്യത്തിനെതിരെയും ഇടതുപക്ഷം ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അവസാനം കണ്ടേ തീരൂ എന്നുള്ളത് അതൊരു ചരിത്ര നിയോഗമാണ്. ഇപ്രാവശ്യം BJP അവിടെ പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ സ്വർണ്ണക്കൊള്ള ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥാനാർത്ഥി എന്നതിൽ വീടുകളിൽ കയറുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അഭിനന്ദനമാണ് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ പിണറായി സഖാവ് തന്നെയാണ്
ആഭ്യന്തരം കൈയാളുന്നത്. ആഭ്യന്തര വകുപ്പാണ് കേസുകൾ നോക്കുന്നത്. പത്മകുമാറിനെ പോലെ പാർട്ടിയുടെ മുൻനിരയിലുള്ള ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ഒരു അഴിമതിയും ഇല്ലാത്ത രീതിയിൽ സുതാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടികൾ കൈക്കൊള്ളുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഈ കേസിൽ അങ്ങേയറ്റം സംശുദ്ധരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഞങ്ങളെ ജനം അംഗീകരിക്കുന്നുണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചോട്ടെ എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞത്. ഞങ്ങൾ ആ കാര്യത്തിലൊന്നും കൈയിടുകയില്ല. അയ്യപ്പൻ്റെ കാര്യത്തിലും മറ്റു വിഷയങ്ങളിലും ഒന്നും അഴിമതി നടന്നാൽ പാർട്ടി ഇടപെടില്ല. മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. പ്ലക്കാർഡുകളും കൊടികളും ഒക്കെ ആയി ഞങ്ങൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് വരെ ഞങ്ങൾക്കിനി വിശ്രമമില്ല. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറയാനാവില്ല. ഞങ്ങൾ നിരന്തരം അദ്ദേഹത്തിന്റെ പുറകെയുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. Thank you.